ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാംഘട്ട വോട്ടെടുപ്പ് 57 മണ്ഡലങ്ങളിൽ നാളെ നടക്കും. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിലെ ക്ഷേത്രത്തിൽ പഞ്ചബലി നടന്നതായ കർണാടക ഉപമുഖ്യമന്ത്രിയുടെ ആരോപണം തള്ളി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. ആരോപണത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കുമെന്ന് മന്ത്രി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. പൂക്കോട് സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ ഡബിൾസിൽ ഇന്ത്യൻ ടീം സെമിയിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാംഘട്ട വോട്ടെടുപ്പ് 57 മണ്ഡലങ്ങളിൽ നാളെ നടക്കും. 10.06 കോടി ജനങ്ങളാണ് നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. 1.09 ലക്ഷത്തിലധികം പോളിംഗ് ബൂത്തുകൾ വോട്ടെടുപ്പിനായി സജ്ജമാക്കിയിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ വോട്ടെടുപ്പ് ആരംഭിക്കും. ഈ ഘട്ടത്തോടെ രാജ്യത്ത് പോളിംഗ് പ്രക്രിയകൾ പൂർത്തിയാകും. ഉത്തർപ്രദേശ്, പഞ്ചാബ്, പശ്ചിമബംഗാൾ, ബീഹാർ, ഒഡീഷ, ഝാർഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ചണ്ഡിഗഡ് എന്നിവിടങ്ങളിലാണ് 7ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ, തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി തുടങ്ങിയവരാണ് 7ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ജൂൺ 4-ന് നടക്കും. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ 2ാം ദിനവും ധ്യാനം തുടരുന്നു. കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ ഇന്നലെ വൈകുന്നേരം ദർശനം നടത്തിയ ശേഷമാണ് അദ്ദേഹം 45 മണിക്കൂർ നീളുന്ന ധ്യാനം ആരംഭിച്ചത്. 1892-ൽ സ്വാമി വിവേകാനന്ദൻ ധ്യാനിച്ച അതേ സ്ഥലമാണിത്. നാളെ ധ്യാനം പൂർത്തിയാക്കിയ ശേഷം വൈകുന്നേരം 3:30ഓടെ ശ്രീ മോദി കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കും തുടർന്ന് ന്യൂഡൽഹിയിലേക്കും മടങ്ങും. തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്ര പരിസരത്ത് പഞ്ചമൃഗബലി നടന്നെന്ന കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന്റെ ആരോപണം തള്ളി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. കേരളത്തിൽ ഒരിക്കലും നടക്കാനിടയില്ലാത്ത കാര്യമാണിതെന്നും ആരോപണത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കുമെന്നും മന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ക്ഷേത്ര ഭരണസമിതിയും പ്രസ്താവനയ്ക്കെതിരെ രംഗത്തുവന്നു. പഞ്ചമൃഗബലിയും യാഗങ്ങളും രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നടക്കുന്നതായുള്ള വാർത്ത തികച്ചും വാസ്തവവിരുദ്ധവും ദൌർഭാഗ്യകരവുമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. തന്നെയും കർണാടക സർക്കാരിനെയും താഴെയിറക്കാൻ കർണാടകത്തിൽ നിന്നുള്ളവർ ക്ഷേത്രത്തിൽ പഞ്ചബലി നടത്തിയെന്നായിരുന്നു ഡി കെ ശിവകുമാറിന്റെ ആരോപണം. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകൾ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അറബിക്കടലിൽ കേരള തീരത്തിന് സമീപം ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ജൂൺ 2 വരെ ശക്തമായ മഴ തുടരും. തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ വർക്കല, പാപനാശം കുന്നുകൾ വീണ്ടും ഇടിഞ്ഞു. ഏണിക്കൽ ബീച്ചിനും ആലിയിറക്കം ബീച്ചിനും ഇടയിലായി 4 ഇടങ്ങളിലാണ് കുന്നിടിഞ്ഞത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ വർക്കല പാപനാശത്തെ കുന്നുകളിടിഞ്ഞ് 30 മീറ്ററോളം താഴേക്ക് പതിച്ചു. ഇടവ, വെറ്റക്കട കുന്നുകളും കഴിഞ്ഞ ദിവസം ഇടിഞ്ഞിരുന്നു. ശക്തമായ മഴയിൽ ബലിമണ്ഡപത്തിന് പുറകുവശത്തെ കുന്നിടിഞ്ഞു വീണ് വലിയ കല്ലുകൾ കഴിഞ്ഞ ദിവസം താഴേക്ക് പതിച്ചിരുന്നു. വലിയ തിരക്കില്ലാത്തതിനാൽ അന്ന് വൻ ദുരന്തം ഒഴിവായി. ഇതേ തുടർന്ന് കുന്നിടിഞ്ഞ ഭാഗങ്ങളിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു. മഴയെയും കാറ്റിനെയും പ്രതിരോധിക്കാൻ കഴിയാതെ കുന്നുകൾ ഇപ്പോഴും തകർച്ചാ ഭീഷണി നേരിടുകയാണ്. ക്ലിഫുകളോട് ചേർന്ന് കടൽ തീരത്തേക്ക് എളുപ്പത്തിൽ ഇറങ്ങാൻ നിർമ്മിച്ച അനധികൃത വഴികളും നിർമ്മാണ പ്രവൃത്തികളുമാണ് കുന്നിടിയാനുള്ള കാരണങ്ങളിൽ പ്രധാനമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നിരവധി വിദേശ സഞ്ചാരികൾ എത്തുന്ന വർക്കല പാപനാശത്ത് കുന്നിടിയുന്നതിൽ ശാശ്വത പരിഹാരം വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കൊല്ലം ജില്ലയിൽ മഴക്കെടുതി തുടരുന്നു. ജില്ലയിൽ 20 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2273 പേരാണുള്ളത്. കല്ലടയാറ്റിൽ വീണ് കാണാതായ പിറവന്തൂർ സ്വദേശിനി വത്സലയുടെ മൃതദേഹം കണ്ടുകിട്ടി. മഴക്കെടുതിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ ജില്ലയിൽ 3 വീടുകൾ പൂർണ്ണമായും 22 വീടുകൾ ഭാഗികമായും തകർന്നു. പത്തനംതിട്ട ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നു. ഇതോടെ ജില്ലയിൽ 5 ക്യാമ്പുകളിലായി 187 പേരാണ് കഴിയുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
പൂക്കോട് കേരള വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി ജെ.എസ്. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ 19 പ്രതികൾക്ക് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. കേസിൽ സിബിഐ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചതായും കസ്റ്റഡി തുടർന്ന് ആവശ്യമില്ലെന്നും ചൂണ്ടിക്കാട്ടി പ്രതികൾ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് ഉത്തരവ്. വിദ്യാർത്ഥികളായതിനാൽ പഠനം തുടരുന്നതിന് അവസരം നൽകണമെന്നും ജാമ്യാപേക്ഷയിൽ ആവശ്യപ്പെട്ടിരുന്നു. പ്രതികൾ സാക്ഷികളെ സ്വാധീനിക്കാനിടയുണ്ടെന്ന സിബിഐയുടെ വാദം ഹൈക്കോടതി തള്ളി. പ്രതികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുതെന്നും സംസ്ഥാനം വിട്ടു പോകരുതെന്നും കോടതി നിർദ്ദേശിച്ചു. പത്തനംതിട്ട ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം ആശങ്ക പരത്തുന്നു. ജില്ലയിൽ 15 ഹോട്ട്സ്പോട്ടുകൾ. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ആരോഗ്യവകുപ്പ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലും ഗ്രാമപഞ്ചായത്തുകളായ പ്രമാടം, മൈലപ്ര, ഓമല്ലൂർ, വള്ളിക്കോട്, മല്ലപ്പള്ളി, ആനിക്കാട്, ചന്ദനപ്പള്ളി, മലയാലപ്പുഴ, കോന്നി, കൂടൽ, റാന്നി പെരുന്നാട്, തണ്ണിത്തോട്, സീതത്തോട്, ഓതറ തുടങ്ങിയ പ്രദേശങ്ങളിലെ വാർഡുകളിലുമായി ജില്ലയിൽ 15 ഡെങ്കിപ്പനി ഹോട്ട്സ്പോട്ടുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. റബ്ബർ തോട്ടങ്ങളിലെ കാടുകൾ വെട്ടിത്തെളിക്കാത്തതും മരങ്ങളിലെ ചിരട്ടകളിൽ വെള്ളം നിറഞ്ഞ് കൊതുകുകൾ പെരുകുന്നതും പ്രധാന പ്രതിസന്ധിയാണ്. ഡെങ്കിപ്പനി കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൊതുകുകളുടെ സാന്ദ്രത കുറയ്ക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ ജില്ലയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴക്കാല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി തിരുവനന്തപുരം നഗരസഭയിൽ അടിയന്തര യോഗം ചേർന്നു. മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ, നഗരസഭാ കക്ഷി നേതാക്കൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ യോഗത്തിൽ ചർച്ചയായി. കോഴിക്കോട് ഹോട്ടലിന്റെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി മാലിന്യ ടാങ്ക് പരിശോധിക്കുന്നതിനിടെ 2 പേർ ശ്വാസം മുട്ടി മരിച്ചു. ബാലുശ്ശേരി സ്വദേശികളായ റിനീഷ്, അശോകൻ എന്നിവരാണ് മരിച്ചത്. ഒരാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് രണ്ടാമത്തെയാൾ അകപ്പെട്ടത്. ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന് കുറ്റമറ്റ സജ്ജീകരണങ്ങളാണ് ഇത്തവണ നടപ്പാക്കിയിരിക്കുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇത്തവണ കേരളത്തിൽ നിന്നും ഹജ്ജിന് പോകുന്നത് ഒരു ചരിത്രമാണെന്നും മന്ത്രി പറഞ്ഞു. ഇത്തവണ ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ട 17,883 പേരിൽ 7,279 സ്ത്രീകളാണ് ഉള്ളത്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാളെ പുറപ്പെടേണ്ട ട്രെയിൻ നമ്പർ 22646 കൊച്ചുവേളി ഇൻഡോർ അഹല്യനഗരി എക്സ്പ്രസ് രാവിലെ 8:30 മാത്രമേ പുറപ്പെടുകയുള്ളൂവെന്ന് റെയിൽവേ അറിയിച്ചു. നിശ്ചിത സമയത്തിൽ നിന്ന് 1 മണിക്കൂർ 55 മിനിറ്റ് വൈകിയായിരിക്കും ട്രെയിൻ പുറപ്പെടുക. സംസ്ഥാന യോഗ ഒളിമ്പ്യാഡിന് തിരുവനന്തപുരത്ത് തുടക്കമായി. അരുവിക്കര ഗവൺമെന്റ് ജി.വി. രാജ സ്പോർട്സ് സ്കൂളിൽ നടക്കുന്ന യോഗ ഒളിമ്പ്യാഡ് ജി. സ്റ്റീഫൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. യോഗയുടെ പ്രചാരവും പ്രസക്തിയും സമൂഹമാകെ വ്യാപിപ്പിക്കുക, സ്കൂൾ വിദ്യാർത്ഥികളിൽ ആരോഗ്യ പരിപാലനത്തിന്റെ മികച്ച സന്ദേശം നൽകുക തുടങ്ങിയവയാണ് ഒളിമ്പ്യാഡിന്റെ ലക്ഷ്യം. സിംഗപ്പൂർ ബാഡ്മിന്റൺ ഓപ്പണിൽ വനിതാ ഡബിൾസിൽ ഇന്ത്യൻ ടീം സെമിയിൽ കടന്നു. ദക്ഷിണ കൊറിയൻ താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം സെമിയിൽ പ്രവേശിച്ചത്. സ്കോർ 18-21, 21-19, 24-22. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 75 പോയിന്റ് ഉയർന്ന് 73,961-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 42 പോയിന്റ് നേട്ടത്തിൽ 22,530-ലും ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാംഘട്ട വോട്ടെടുപ്പ് 57 മണ്ഡലങ്ങളിൽ നാളെ നടക്കും. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിലെ ക്ഷേത്രത്തിൽ പഞ്ചബലി നടന്നതായ കർണാടക ഉപമുഖ്യമന്ത്രിയുടെ ആരോപണം തള്ളി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. ആരോപണത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കുമെന്ന് മന്ത്രി. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ്. പൂക്കോട് സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികൾക്ക് ഉപാധികളോടെ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ ഡബിൾസിൽ ഇന്ത്യൻ ടീം സെമിയിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.